Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കോണ്ടോഗിന്റെ ഒക്കെ വീഡിയോ ഇടുന്ന ടൈം ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ കുറേ ആൾക്കാർ സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറേ തവണ ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ട് അതിനൊക്കെ ആൻസർ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നാമത്തത് ഈ കുറേ ആൾ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ കൊറിയൻ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടുക, ചേച്ചി എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ. ഈ കൊറിയൻ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലായിടക്കും ഇപ്പം കിട്ടുന്നുണ്ട്, എല്ലായിടക്കും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലായാലും അതേപോലെ ബാക്കി ഏത് ഷോപ്പിലായാലും ഈ നൂഡിൽസ് പോലുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കോണ്ടോഗ് പോലുള്ള ഐറ്റംസ് അതെല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ കേരളത്തിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എന്ന്. അപ്പോൾ അതിന് ആരോ കമൻ്റൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു കഫേയിലോ ഏതോ ഒരു സ്ഥലത്ത് ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കഫേയിലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേങ്കിൽ ഈ പാക്കറ്റ് പോലെ നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങി വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആക്കി കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ കിട്ടുന്നില്ല എന്നാണ് കേട്ടോ ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവരും ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാവരും ചോദിച്ചത്, പിന്നെ ചേച്ചി ഇത് എവിടുന്നാണ് വാങ്ങിയത്, ചേച്ചിക്ക് എവിടുന്നാണ് കിട്ടിയത്, എനിക്ക് എങ്ങനെ കിട്ടിയെന്നാണ് കേട്ടോ എല്ലാവരും ചോദിച്ചത്. അപ്പം ഇതെനിക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ ഒരു കൊറിയൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാട്ടിലല്ല ദുബായിൽ ഒരു കൊറിയൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന നമ്മുടെ നൂഡിൽസ് ആയാലും കൊറിയൻ കോണ്ടോഗ് ആയാലും എല്ലാം. ഇതൊക്കെ ഗുഡ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ, ഈ കോണ്ടോഗ് ആയാലും അതുപോലെ ഫ്രൈഡ് ചിക്കൻ ആയാലും എല്ലാം. അപ്പം എനിക്ക് ഏട്ടനാണ് പറഞ്ഞു തരുന്നത്, ഇതിങ്ങനെ നാട്ടിലധികം അവൈലബിൾ അല്ല, ഇനിയിപ്പോൾ നാട്ടിൽ വരാൻ പോകുന്നുണ്ട്, ബട്ട് ഇപ്പം അവൈലബിൾ ഒന്നും അധികം അല്ലാന്ന് ഏട്ടനാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഏട്ടൻ അവിടുന്ന് ദുബായിൽ നിന്ന് എനിക്ക് തരുന്ന സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് നൂഡിൽസ് ആയാലും അതേപോലെ എല്ലാം കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ദുബായിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ കൊണ്ടുതരാൻ പറയാം. പക്ഷേങ്കിൽ ഇതൊന്നും കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ, അതായത് ഈ നാട്ടിൽ ഇപ്പം ഈ ഒരു നൂഡിൽസിനടക്കം ഏകദേശം 100 സംതിങ് റേറ്റ് വരുന്നുണ്ട്, അതുപോലെ എല്ലാത്തിനും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് വാങ്ങാണ്ട് നിൽക്കുന്നത് ആൾക്കാരുണ്ടാവും, വേണമെന്ന് വെച്ചിട്ട്. പക്ഷേ ഭയങ്കര പൈസയൊക്കെ ആയിട്ടൊക്കെ വാങ്ങാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എനിക്ക് ഞാനിപ്പോൾ ഇത് ഓൾറെഡി തിന്നല്ലോ, അപ്പം എനിക്ക് തിന്നാത്ത കുറച്ച് ആൾക്കാർക്ക് ഇത് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഗിവ് അവേ ചെയ്യാന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ ഈ ഗിവ് അവേ എപ്പാന്നുള്ളത്. ഞാൻ ശരിക്കും ഈ ഗിവ് അവേ ഒരു ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബറിന്റെ ഒരു മിഡിലൊക്കെ ആക്കാന്നാണ് കേട്ടോ പ്ലാൻ ഇട്ടത്. പക്ഷേ കറക്റ്റ് എനിക്ക് ആ സമയത്ത് തന്നെ ഈ സെമസ്റ്റർ എക്സാം വന്നു. ഇപ്പം എനിക്കിത് സെം എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്, ഇതിനി ഒരു ഒക്ടോബർ ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ചിന്തിച്ചു നമുക്ക് നവംബർ 1 ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഗിവ് അവേ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതെനിക്ക് എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഗിവ് അവേ ആക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വലിയ വലിയ ഓരോ പ്രൊഡക്റ്റൊക്കെ ഗിവ് അവേ ചെയ്യാം. എന്തായാലും തിന്നേണ്ട എന്തെങ്കിലും ഒരു കൊറിയൻ പ്രൊഡക്റ്റിനെ ആയിരിക്കും കേട്ടോ ഗിവ് അവേ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നവംബർ 1 എന്തായാലും ഗിവ് അവേ ചെയ്യാം, നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു ഗിവ് അവേ എന്തൊക്കെയാണ് ഗിവ് അവേ ആയിട്ട് തരുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടും, ഷോർട്ടായിട്ട് വീഡിയോ ഇടും. അപ്പം നിങ്ങളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചിട്ട് നമുക്ക് വേഗം ഗിവ് അവേ ഇനിയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് എൻ്റെ കുറച്ച് തിരക്കാരനാണ് ഗിവ് അവേ ഒക്കെ അങ്ങോട്ട് നീണ്ടുപോയത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ പ്രൊഡക്റ്റൊക്കെ കിട്ടുന്ന അറിവുണ്ടെങ്കിൽ പറയാം. നൂഡിൽസ് അല്ല, ഇതേപോലത്തെ കോണ്ടോഗ് പോലെയുള്ള പ്രൊഡക്റ്റൊക്കെ കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുന്ന അറിവുണ്ടെങ്കിൽ പറഞ്ഞോ. എൻ്റെ അറിവിലുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊറിയൻ നൂഡിൽസിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് കമൻറ്റ് ഇടണം. കുറേ ഫ്ലേവറിലുണ്ട്, സ്പൈസി ആയാലും അതുപോലെ ചീസിൻ്റെ ആയാലും അങ്ങനെ കുറേ ഫ്ലേവറിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് കമൻറ്റ് ഇടുക. അതിൽ മെജോറിറ്റി വരുന്നൊരു ഫ്ലേവർ നമുക്ക് എന്തായാലും ഗിവ് അവേ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.